മലമുകളിൽ കാണാത്തൊരു നാടുണ്ടേ, ആ നാടിനുടയവനായ ആശാനുണ്ടേ. കാറ്റാടി മലമുകളിൽ കാണാത്തൊരു നാടുണ്ടേ, ആ നാടിനുടയവനായ ആശാനുണ്ടേ. താളം മേളങ്ങൾ കാടും വീടും ഒടുമ്പോൾ, സ്നേഹക്കൂട്ടായി പകരിരവുകൾ മായുമ്പോൾ, ആടും ചിമ്മി ആകാശത്തെ കുത്തുമ്പോൾ, കാണാക്കുന്നേരൊരു കഥ ചൊല്ലും പാട്ടായി പാടാ. മണിച്ചിതറി തഞ്ചുന്നൊരു നാടുണ്ടേ, ഈ നാടിനഴകേകും കൂട്ടരുമുണ്ടേ. മഞ്ചാട്ടി മണിച്ചിതറി തഞ്ചുന്നൊരു നാടുണ്ടേ, ഈ നാടിനഴകേകും കൂട്ടരുമുണ്ടേ. പാലിൽ നാമെല്ലാം ഒന്നാകുന്നൊരു നേരത്ത്, തേടി ചെന്നേ നാമാരും പോകാതെടുത്ത്, ചേരാം ഒന്നായൊരു പൊടി പോലും തീർക്കുന്നേ. കതിരാടും പാടം നീളെ കഥ ചൊല്ലും നടത്തത്തെ, അറിയാമോ കുന്നും മേലെ ഉടയോ നാം ആശാനവനെ. മലനാടിൻ തുഞ്ചത്താണേ, മുളനാമ്പിൻ തുമ്പത്താണേ, കുയിലാളെ നീയും പാടി ഉണരുന്നേ നീ നാട്. കപിലേ, അങ്ങനെ വീണ്ടും സ്കൂള് തുറക്കാറായി. എത്ര പെട്ടെന്നാ 2 മാസം കഴിഞ്ഞു പോയതല്ലേ? അതെ അതെ, ഇന്നലെ സ്കൂൾ അടച്ചു, നാളെ സ്കൂൾ തുറക്കാൻ പോകും. അതുപോലെ ഒരു സൂപ്പർ ഫാസ്റ്റ് പോയ പോലല്ലേ 2 മാസം കടന്നു പോയത്. ശരിയാ. പിന്നെ നമ്മുടെ ഗംഭീരം പപ്പീസൊക്കെ എന്ത് ചെയ്യായിരുന്നോ എന്തോ, അവരെ കുറിച്ച് ഒരെത്തും പിടിയും കിട്ടുന്നില്ലല്ലോ. അത് ശരിയാട്ടാ, അവരെ കണ്ടു കിട്ടാൻ തന്നെ വളരെ പാടായിരുന്നു. നമ്മുടെ ഗംഭീറിനെ ഞാൻ ഇടയ്ക്ക് കണ്ടിരുന്നു. അവൻ ചെറിയ ജോലിയൊക്കെ ചെയ്ത് കുറച്ച് പോക്കറ്റ് മണിയൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അത് ശരി. എന്നാലേ നമുക്ക് ആ പപ്പീസിനെ കാണാത്ത സ്ഥിതിക്ക് അവന്റെ വീട് വരെ ഒന്ന് പോയി നോക്കിയാലോ? അത് ശരിയാ, അവനെ കുറിച്ചൊരു അന്വേഷണം എത്രയും പെട്ടെന്ന് നമുക്ക് നടത്തിക്കളെ. അതെ അതെ, നമ്മുടെ ആശാൻ പറഞ്ഞിട്ടുള്ളതും അത് തന്നെയാ. ഈ കാറ്റാടിമലയിലെ ഓരോ വീടും എല്ലാവരുടെയുമാണ്. സുഖം വന്നാലും ദുഃഖം വന്നാലും എല്ലാവരും ഒന്നിച്ചനുഭവിക്കണം. അങ്ങനെയല്ലേ കപിലേ? അത് ശരിയാണെന്ന്. നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് പപ്പീസിന്റെ വീട് വരുന്ന പോയാലോ? എന്നാലോക്കെ. എന്ത് വിധി ഇത്, ഇതെന്താ ഈ വഴിക്ക്? അത് പിന്നെ നിന്നെ ഒന്ന് കാണാമെന്ന് വെച്ചു, അത്രേ ഉള്ളൂ. അയ്യോ, ദാ നല്ലതുപോലെ എന്നെ കണ്ടോളൂ. അതിന് പ്രത്യേകിച്ച് ഫീസ് ഒന്നും തരണ്ടല്ലോ. നോക്കി, ഫീസ് കൊടുത്ത് കാണാൻ പറ്റിയ ഒരു മുതലാണ് ഈ ഗംഭീരെന്ന് ഞങ്ങൾക്ക് ഇതുവരെ തോന്നിയിട്ടില്ല കേട്ടോ. ഫീസ് കൊടുത്താൽ പോലും കാണാൻ കിട്ടാത്ത ഒരാളെ തേടിയാണ് ഞങ്ങൾ ഇറങ്ങിയിരിക്കുന്നത്. നീ വരുന്നുണ്ടോ? അതിപ്പോ ആരെയാണാവോ?
ഗംഭീര്, എന്തോ സ്കൂൾ അടച്ചതിന് ശേഷം നീ എപ്പോഴെങ്കിലും പപ്പീസിനെ കണ്ടിട്ടുണ്ടാ? ഉണ്ടോന്ന്? കണ്ടിട്ടില്ലല്ലോ. കണ്ടിട്ടുണ്ടോ? നീ പറ. അത് ശരിയാണല്ലോ. എന്നാലും ഇവനിതെവിടെ? ഞാൻ ഇതുവരെ അവനെ കണ്ടിട്ടില്ലല്ലോ. ആ എന്നാലേ ഞങ്ങൾ അവനെ തേടി നടക്കുക. ഫ്രീ ആണെങ്കിൽ നീയും കൂടെ പോന്നോ? ആഹാ, ഞാൻ എപ്പോഴേ റെഡിയാണ്. ചെറിയൊരു യാത്ര പോണെന്ന് കരുതിയിരിക്കുമ്പോഴാണ് നിങ്ങളെ കണ്ടത്. വാ. അത് കൊള്ളാം. എന്നാ പിന്നെ നമുക്ക് ഒരുമിച്ച് പോവാം. ഗംഭീര്, കഴിഞ്ഞ 1-2 മാസം ജോലിക്കൊക്കെ പോയതുകൊണ്ട് വഴിവിച്ചിലുള്ള കാശ് നിന്റെ കയ്യിൽ കാണും. അങ്ങനെയല്ലേ മോട്ടു? അതെ അതെ. കപിലേ, നീ വളഞ്ഞു മൂക്ക് പിടിക്കണ്ട. നിനക്കുള്ള എല്ലാ ചെലവും ഞാൻ തരാം. പക്ഷേ പപ്പീസിന്റെ വീടെത്തുന്നത് വരെ ഒരൊറ്റ ഷോപ്പ് പോലും ഇല്ല എന്നതാണ് സത്യം. ഗംഭീര രക്ഷപ്പെട്ടു. സാരമില്ല കപിലേ, നമുക്ക് പോയി നോക്കാം. മോട്ടു, ദേ ഇതാണ് പപ്പീസിന്റെ വീട്. അത് ശരി. അവനവിടെ ഉണ്ടാവോ എന്തോ. സ്ലിപ്പ് അവിടെ നോക്കിക്കോട്ടെ. പപ്പീസേ, ഇവിടെ ആരും ഇല്ലേ? ആളുണ്ടെങ്കി ഇപ്പൊ വരും. ഒന്നുകൂടെ അടിച്ചു നോക്ക്. പപ്പീസേ, നിക്കില്ലല്ലോ. ഇതെന്ത് പറ്റി? പപ്പീസേ, ഓയ് പപ്പീസേ, ഓയ് പപ്പീസേ, ശ്ശേ, ഇവനെ ഇറങ്ങി വാടാ. പപ്പീസേ, പപ്പീസേ. ഗംഭീരേ, നിനക്ക് വീടൊന്നും മാറിപ്പോയിട്ടില്ലല്ലോ അല്ലേ? ഇല്ല മോട്ടു, ഇത് തന്നെ വീട്. എന്നാ പിന്നെ തിരിച്ചു പോവാ. ഇവിടെ ആരുമില്ല, ശ്ശോ, വെറുതെ വന്നു. കഷ്ടമായിപ്പോയി. ഇനിയിപ്പോ എവിടെ പോയി തപ്പും നമ്മള്? എന്നാലും എന്റെ മോട്ടു, നമ്മുടെ ഈ പപ്പീസില്ലേ, അവൻ എവിടെ പോയി കിടക്കുക? ഇനിയിപ്പോ ആശാന്റെ അടുത്ത് പോയി തിരക്കണം. ആശാൻ അവനെ കുറിച്ച് എന്തെങ്കിലും ഐഡിയ കാണും. എന്നാലും നമ്മുടെ പപ്പീസ് ഇങ്ങനെ ആരോടും മിണ്ടാണ്ട് ഇങ്ങനൊക്കെ പോവോ? അത് ശരിയാ കപിലേ. മാസം 2 എന്നല്ലേ പറയണത്. എനിക്ക് അങ്ങോട്ട് വിശ്വസിക്കാൻ കഴിയില്ല കേട്ടോ. ആശാനെ, എല്ലാവരും എങ്ങോട്ടാ? ആശാനേ, നമ്മുടെ പപ്പീസിനെ കാണാനല്ലോ. പപ്പീസിനെ കാണാനില്ല. കാണാനല്ലോ. അതെ ആശാനെ, സ്കൂൾ അടച്ചതിന് ശേഷം അവനെ ഞങ്ങൾ കണ്ടിട്ടേ ഇല്ല. എന്നിട്ട് നിങ്ങൾ ഇപ്പോഴാണ് അന്വേഷിക്കുന്നത്? അതെ ആശാനെ, അന്വേഷിച്ചു വന്നപ്പോ കുറച്ച് നേരം വൈകി. ഞങ്ങളിപ്പോ അവന്റെ വീട്ടിൽ നിന്ന് വരുന്നേ. ഇതുവരെ അവനെ കണ്ടെത്തിയില്ല. നിങ്ങൾ വേഗം എന്റെ കൂടെ വാ, ഞാനും കൂടാ. നമുക്ക് അവനെ പോയി തിരക്കാം. ശരി ആശാനെ, വേഗം നടക്കണം. വേഗം നടക്ക്. കഴിഞ്ഞ 2 മാസത്തിനിടയിൽ നിങ്ങൾ ആരും പപ്പീസിനെ കണ്ടിട്ടില്ല? ഇല്ലെന്നേ. ഇല്ല ആശാനെ, അതെങ്ങനെയാണ് ശരിയാവുന്നത്? 2 മാസമായിട്ട് ഈ പപ്പീസിനെ കാറ്റാടിമലക്കാർ ആരും തന്നെ കണ്ടിട്ടില്ലെന്നാണോ നിങ്ങൾ പറഞ്ഞു വരുന്നത്? അത് പിന്നെ സ്കൂൾ അടയ്ക്കുന്നതിന് മുമ്പ് തന്നെ അവനൊരു തന്തവൈബിലായിരുന്നു. തന്തവൈബോ? കപിൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? ആശാൻ ഈ സോഷ്യൽ മീഡിയയിലൊന്നും കയറാറില്ല അല്ലേ? കഴിഞ്ഞ വർഷത്തെ സോഷ്യൽ മീഡിയയിൽ ഒരു വാക്കായിരുന്നു തന്തവൈബ്. അതെ, ഒന്ന് നിന്നെ. നിങ്ങൾ ഇങ്ങനെ സോഷ്യൽ മീഡിയയിലെ പദപ്രയോഗങ്ങൾ തേടി നടക്കാതെ പപ്പീസിനെ തേടാൻ നോക്ക്. അതെ അതെ, പപ്പീസിനെ എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കണം. അതെ. എന്നാലും എവിടെ പോയാ പപ്പീസിനെ ഒന്ന് തപ്പുക? ഒരു എത്തും പിടിയും കിട്ടുന്നില്ലല്ലോ. അതെ, ഇപ്പോ ആശാനും തന്തവൈബിന്റെ ആളായി. പണ്ടൊക്കെ ഇങ്ങനെ ഒരു കാര്യം ഉണ്ടായാൽ ആദ്യം ചാടി പുറപ്പെടുന്നത് ആശാനായിരുന്നു. അപ്പോ കപിൽ എന്നെയും ആ തന്തവൈബിന്റെ ആളാക്കിയ. നമ്മൾ ഇപ്പോ തന്നെ പപ്പീസിനെ അന്വേഷിക്കാൻ തുടങ്ങുന്നു. വേഗം അതാണ് വേണ്ടത്. നടക്ക് നടക്ക്. എന്തൊരു സ്വസ്ഥം. വാട്ട് എ ഗ്രീനിഷ്. കൊള്ളാം. ആഹാ, ഇത്തിരി കൂളിഷ് ക്ലൈമറ്റ്.
ശ്ശേ. ഉം. ഉം. കപിലേ, ഉം. അതെ, പപ്പീസിനെ തപ്പി നടന്നു തുടങ്ങിയിട്ട് ആഴ്ച ഒന്നായി. ഇനി എവിടെ പോയി തപ്പയിലും അവനൊന്ന് കണ്ടു കിട്ടുക. ഓ, ദേ, എനിക്ക് തോന്നണതേ അവൻ ഏതോ ടൂറിലാണെന്നാ. അല്ലണ്ട് ഇവിടെ പോവാനാ. ടൂറോ? ഏയ്, ടൂർ പോകാൻ ഒരു സാധ്യതയില്ല, അതും അവൻ ഒറ്റയ്ക്ക്. ദേ, കഴിഞ്ഞ ദിവസം ഞാൻ പീലിനെ കണ്ടിരുന്നു. പീലി പറഞ്ഞത് മണികട്ടാമലയിലെ ടൂറിസ്റ്റ് സ്ഥലങ്ങളെ പറ്റി പപ്പീസ് അവളോട് ചോദിച്ചു എന്നാണ്. അങ്ങനെയാണെങ്കിൽ അങ്ങോട്ട് പോയിണ്ടാവും. അങ്ങനെയെങ്കിൽ നമുക്ക് മണികട്ടമലയിലേക്ക് പോയാലോ? നല്ല ഗംഭീരേ. ഓ, 2 മാസം വരെ പപ്പീസ് മണികട്ടാമലയിൽ തങ്ങുമെന്ന് നീ കരുതുന്നുണ്ടാ? ഓ, അങ്ങനെ ഒരു കാര്യമുണ്ടല്ലോ അല്ലേ. ആലോചിക്കുന്നവരും തലക്കൊരു പിടിയും കിട്ടുന്നില്ലല്ലോ. ഓ, ഇനിയിപ്പോ ഇവന് എവിടെ പോയി തപ്പാനാ? എന്റെ ഗംഭീര, നീ വന്ന് അമ്മേ, മടുത്തു. ഓ, എന്റെ കവിലെ, ഒരു ലക്ഷ്യമില്ലാതെ ഇങ്ങനെ നടന്നിട്ട് എന്താവാനാ? നമുക്ക് കാറ്റാടിമലയിലേക്ക് തന്നെ തിരിച്ചു പോയാലോ? ദേ ഗംഭീര, ഓ, നമ്മുടെ പപ്പീസ് ഇല്ലാണ്ട് നമ്മളെങ്ങനെ തിരിച്ചു പോവാ? ആശാനോട് നമ്മൾ എന്താ പറയാ? എന്ത് പറയാൻ? ഇനി കുറച്ചാള് ആശാൻ പോയിട്ട് പപ്പീസിനെ തിരക്കട്ടെ. അല്ല പിന്നെ ആശാൻ തനിച്ചു പോയാ എന്തേലും കാര്യങ്ങൾ നടക്കൂ? പണ്ടത്തെ വീരശൂര പരാക്രമി ആയിരുന്നില്ലേ? ഒറ്റയ്ക്ക് അന്വേഷിക്കട്ടെ. ദേ, ദാ കാണുന്ന കുന്നില്ലേ, ആ, അതിന്റെ മോളിൽ കൂടി പോയിട്ട് നോക്കിയാലോ? ഓ, എന്നിട്ട് കണ്ടില്ലെങ്കിൽ നമുക്ക് തിരിച്ചു പോവാൻ നോക്കാം. അതൊക്കെ വേണോ? വാ, നടക്ക്. അയ്യോ, നടന്ന് 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 എന്റെ കാലിന്റെ ഇടപാട് തീർന്നു. എന്റെ പൊന്നോ, കൊന്നെങ്കി കൊന്ന് അതും കൂടി കേറിയിട്ട് പോവാം. നടക്കങ്ങട്. ഓ, ഡാ കപിലേ, നിന്റെ വാക്കും കേട്ട കുന്നിന്റെ മുകളിൽ വലിഞ്ഞു കയറിയിട്ടും പപ്പീസിനെ മാത്രം കണ്ടില്ല. എന്റെ ഗംഭീര, ഓ, ഞാനാകെ മടുത്തുട്ടാ. ഓ, എന്റെ കാര്യമൊന്നും പറയണ്ട, ആകെ മടുത്ത്. അമ്മേ, അയ്യോ. ഓരോരോ വയ്യാവലികൾ കാരണം സമാധാനം പോയി. അതെ, ഇനി പപ്പീസ് വല്ല ടൂറിൽ വല്ലതും ആണെങ്കിൽ നമ്മൾ ഈ കുന്നിന്റെ മുകളിലൊക്കെ അന്വേഷിച്ച് നടന്നത് വെറുതെ പോട്ടോ. നമുക്ക് പോവാം. അത് ശരിയാ, കാറ്റാടിമലയിലേക്ക് തിരിച്ചു പോവാം. ആശാൻ എന്തെങ്കിലും വഴി കണ്ടെത്തട്ടെ. ഒന്നില്ലെങ്കിലും നമ്മുടെ ആശാനല്ലേ. എന്താ ആശാൻ, പണ്ടത്തെ ഉഷാറൊന്നും ഇല്ലപ്പോ. പപ്പീസേ തിരിച്ചു വരും. ഈ കാറ്റാടി മലക്കാർ നിന്നെ കാത്തിരിക്കും. ആശാനെ, ഇത്തരം പോസ്റ്റർ എഴുതി ഒട്ടിക്കുന്നതൊക്കെ പഴയ സാങ്കേതിക വിദ്യയല്ലേ? പപ്പീസിനെ കണ്ടെത്തുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം. അതുകൊണ്ട് പുതിയ സാങ്കേതിക വിദ്യയോ പഴയ സാങ്കേതിക വിദ്യയോ ഏത് മാർഗം വേണമെങ്കിലും ഉപയോഗിക്കാം. ആശാനെ, കാലം മാറി. ഇൻസ്റ്റയില് ഒരു പോസ്റ്റോ റീലോ ഒക്കെ ഇട്ടാലേ ഉദ്ദേശിച്ച കാര്യത്തിന് നല്ല റീച്ച് കിട്ടത്തുള്ളൂ. അതിന് ആരാണ് ഇപ്പൊ ഇൻസ്റ്റാഗ്രാം ഒക്കെ ഉപയോഗിക്കുന്നത്? എനിക്കതില്ലല്ലോ. എന്റെ ആശാനെ, ഇതാണ് മുതിർന്നവരുടെ കുഴപ്പം. കാലഘട്ടത്തിനനുസരിച്ച് നിങ്ങൾ ഒരിക്കലും മാറുന്നില്ല. നിങ്ങളൊക്കെ ഈ തന്തവൈബിൽ പെട്ടുപോയി. ഈ ലൂപ്പിലൊക്കെ പെടുന്നത് പോലെ ഇനി അതിൽ നിന്ന് മാറാനും നിങ്ങൾക്കാവില്ല. മോട്ടു, നീ പറയുന്ന പോലെ ഞാൻ ചെയ്യാം. മാർഗം ഏതായാലും പപ്പീസ് തിരിച്ചു വരണം. അതാണ് നമ്മുടെ ആവശ്യം. എങ്കിലേ ഈ പോസ്റ്റർ ഒട്ടിച്ചുള്ള പരിപാടി അങ്ങ് നിർത്തണം. ഒരുപാട് പോസ്റ്റർ ഒട്ടിച്ച് ഇനി സമയം കളയണ്ട. ഒരെണ്ണം ഒട്ടിക്കുന്നു, ഇങ്ങനെ അതിന്റെ ഒരു ഫോട്ടോ എടുക്കുന്നു, അത് ഇൻസ്റ്റയിലിട്ട് പപ്പീസിനെ ടാഗ് ചെയ്യുന്നു. ഇനി അവൻ കയറുമ്പോ ഇത് കണ്ടോളൂ. അങ്ങനെയെങ്കിൽ അതിനുള്ള കാര്യങ്ങളൊക്കെ മോട്ട് ചെയ്തോളൂ. ഞാൻ നിന്റെ കൂടെ ഉണ്ടാവും. ശരി ആശാനെ.
ഇത് നൈസായിട്ടുണ്ട്. സൂക്ഷിച്ച്. ഇതുകൂടി എന്തിന്? ഇത് പൊളിക്കും. എന്റെ മോട്ടു, ആ ആശാനെ, ദേ 2 ദിവസമായി നീ റീൽസ് എന്ന് പറഞ്ഞ് നടന്നു തുടങ്ങിയിട്ട്, എന്നിട്ട് ഇതുവരെ നമ്മുടെ പ്രധാനപ്പെട്ട കാര്യമൊന്നും ഷൂട്ട് ചെയ്തില്ലല്ലോ. ഹോ എന്റെ പൊന്നാശാനെ, ഈ ഓൺലൈൻ ക്ലാസ് പോലെ ആശാൻ വന്ന് റെഡിയായിട്ട് നിന്ന് പപ്പീസേ മകനെ തിരിച്ചു വരൂ എന്ന് പറഞ്ഞ് നെഞ്ചത്ത് 4 അടി അടിച്ചാലേ അത്തരം റീലിന് റീച്ച് കിട്ടില്ല. ദാ ഇങ്ങനെ നമ്മുടെ കാറ്റാടി മലയും ഇവിടുത്തെ കാടും പുഴയും ഒക്കെ കാട്ടി വളരെ നൈസായിട്ടങ്ങ് കാര്യം പറഞ്ഞാലേ അതങ്ങ് പൊരിക്കും. അങ്ങനെ ചെയ്താൽ മാത്രമേ വല്ല 10Kയോ 50Kയോ ഒക്കെ എത്തുള്ളൂ. ഏതായാലും ആവശ്യത്തിനുള്ള ഷോട്ടുകളായിട്ടുണ്ട്. ആശാനിതേ ഈ പുഴയുടെ സൈഡിലൊന്ന് വന്ന് നിൽക്കാവോ? ആശാന്റെ ഷൂട്ട് അങ്ങ് നടത്തിക്കളയാം. ഓ, എന്റെ ഷൂട്ടോ? അവിടെ തന്നെ ഇങ്ങോട്ട് തിരിഞ്ഞ് ഇങ്ങനെ നേരെ നേരെ. റെഡി റെഡി. ദേ ഇത് നോക്കിക്കേ, ദേ ഈ ലെൻസിലേക്ക് നോക്കിക്കേ. അവിടെ ദേ ആശാനെ, അധികം മസിലൊന്നും പിടിക്കണ്ട, കൂളായിട്ട് നിന്നോളൂ. ഒന്ന് ഫ്രീ ആയിട്ടെ, ഒരു ഡീപ് ബ്രീത്ത് ഒക്കെ എടുത്തേ. ഓക്കെ ഓക്കെ, ടെൻഷൻ വേണ്ട. ഞാനിപ്പോ എന്താ പറയേണ്ടത്? എന്റെ ആശാനെ, ഇനിയിപ്പോ അതും ഞാൻ പറഞ്ഞല്ലോ. അതിന്റെ മോട്ടു, നീ പറഞ്ഞു തന്നേ പറ്റൂ. ഈ ക്യാമറയൊക്കെ കണ്ടപ്പോ അടി വയറ്റീന്നൊരു വിറയലൊക്കെ വരുന്നുണ്ട് കേട്ടോ. എന്റെ ആശാനെ, ആശാൻ എന്താ ഇങ്ങനെ ആയിപ്പോയേ? ആ ഗംഭീറും കപിലും ഒന്നും ഇത് കേക്കണ്ടാട്ടോ. അവരിത് കേട്ടാലേ ആശാനെ എടുത്ത് പഞ്ഞിക്കിടും. ഓക്കെ ഓക്കെ, ആശാനൊന്ന് അറ്റൻഷൻ ആയിട്ട് നിൽക്കാവോ? അധികം ടെൻഷനൊന്നും അടിക്കണ്ട. മസിൽ പിടിച്ച് പറഞ്ഞാലൊന്നും റീൽസിൽ ആരും ശ്രദ്ധിക്കില്ല. വളരെ സിമ്പിൾ ആയിട്ട് ഒരു കൂട്ടുകാരനോട് പറയുന്ന പോലെ പറഞ്ഞാ മതി. നീ റെഡി ആയിക്കോ, ഞാനൊന്ന് പറഞ്ഞു നോക്കാം. ശരി ആശാനെ. റെഡി, 1 2 3 സ്റ്റാർട്ട്. പ്രിയ കൂട്ടുകാരെ, ഏതാനും നാൾ മുമ്പ് ഞാൻ പഠിച്ചൊരു വാക്കാണ് തന്തവൈബ്. എന്റെയൊക്കെ കുട്ടിക്കാലത്താണെങ്കിൽ ഒരിക്കലും പറയാൻ പാടില്ലാത്ത, അല്ലെങ്കിൽ പറയാത്ത ഒരു വാക്കിന്റെ കൂട്ടത്തിൽ ഉൾപ്പെടുത്താവുന്ന ഒരു പദം തന്നെയാണ് ഈ തന്തവൈബ്. പക്ഷേ ഇന്നത്തെ ചങ്സിന്റെ ഇടയിൽ ഈ തന്തവൈബും ഒരു വൈബാണ്. ഞാനിപ്പോ ഇത് പറയുന്നതിലും ഒരു കാരണമുണ്ട്. എനിക്കൊരു കൂട്ടുകാരനുണ്ട്, പപ്പീസ്. അവൻ 2 മാസം മുമ്പ് മൊത്തത്തിൽ ഒരു തന്തവൈബ് പിടിച്ചെന്നും പറഞ്ഞ് ഒരു ട്രിപ്പ് പോയി. 2 മാസം കഴിഞ്ഞിട്ടും അവൻ തിരിച്ചെത്തിയിട്ടില്ല. അവൻ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എനിക്ക് അവനോട് പറയാൻ ഒന്നേയുള്ളൂ, തിരിച്ചുവാ. നീ പോയതിൽ പിന്നെ ഈ കാറ്റാടിമലയും മൊത്തത്തിൽ ഒരു തന്തവൈബിലായി പോയി. പ്ലീസ് മോട്ടു, ദേ ഇതുപോലെ. ഇതിപ്പോ എങ്ങനെയുണ്ട്? ഇത്രയ്ക്കൊക്കെ മതിയാവുമല്ലോ അല്ലേ? ഇത് കണ്ടാലേ പപ്പീസ് എന്തായാലും തിരിച്ചു വരും. മോട്ടു, നീ ഒന്ന് നോക്കിയിട്ട് ഇപ്പൊ പറഞ്ഞേ ഞാൻ ഏത് വൈബിലാണെന്ന്. അത് പിന്നെ പറയണോ ആശാനെ? ആശാൻ ഇപ്പൊ യൂത്ത് വൈബിലല്ലേ? യൂത്ത് വൈബില് അടിപൊളി. അത് മതി, അതാണ് ഞാൻ ആഗ്രഹിച്ചത്. തന്ത വൈബിൽ നിന്നും യൂത്ത് വൈബിലേക്കുള്ള ഒരു മാറ്റം. ആശാൻ തകർത്തു. ആകാശമാകെ കനിമല കുളിരുമായി ഇതിലെ പോയി വരൂ. പുതിയ വല്ല പാട്ടുണ്ടോ നോക്കട്ടെ. പ്രിയ കൂട്ടുകാരെ, ഏതാനും നാൾ മുമ്പ് ഞാൻ പഠിച്ചൊരു വാക്കാണ് തന്തവൈബ്. എന്റെയൊക്കെ കുട്ടിക്കാലത്താണെങ്കിൽ ഒരിക്കലും പറയാൻ പാടില്ലാത്ത, അല്ലെങ്കിൽ പറയാത്ത ഒരു വാക്കിന്റെ കൂട്ടത്തിൽ ഉൾപ്പെടുത്താവുന്ന ഒരു പദം തന്നെയാണ് ഈ തന്തവൈബ്. അവൻ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എനിക്ക് അവനോട് പറയാൻ ഒന്നേയുള്ളൂ, തിരിച്ചുവാ.
നീ പോയതിൽ പിന്നെ ഈ കാറ്റാടി മലയും മൊത്തത്തിൽ ഒരു തന്തവൈബിലായി പോയി. ഓഹോ, ഇങ്ങനെ ഒരു കാര്യമുണ്ടായിരുന്നല്ലേ. എന്റെ കാറ്റടിമലക്കാർ എന്നെ കാണാതെ വിഷമിക്കുന്നുണ്ടാവും. എത്രയും പെട്ടെന്ന് അവരുടെ അടുത്തേക്ക് ഞാൻ തിരിച്ചു പോകണം. ആകാശമാകെ കനിമലർ കുളിരുമായി ഇതിലെ പോയി. ദേ, പപ്പീസ് ഇന്നെത്തുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവനിവിടെ എത്തിക്കഴിഞ്ഞാൽ ആരും തന്നെ അവന് വഴക്ക് പറയരുത്. വളരെ സ്നേഹത്തോടെ വേണം അവനോട് സംസാരിക്കാൻ. അതെ, ആശൻ നല്ലതുപോലെ മാറിയിട്ടുണ്ടല്ല. ആശാൻ വൈബ് മാറ്റി പിടിച്ചതാ. ഇൻസ്റ്റയിലിട്ട് ആശാന്റെ റീലേ 1 മില്യൺ അടിച്ചത്. 1 മില്യൺ. അല്ല, ഈ കപിലും ഗംഭീറും എന്താ പറയുന്നേ? ഏയ് ഒന്നുമില്ല ആശാനെ, ഒന്നുമില്ല. കാട് കറുത്ത കാട്, കറുത്തതല്ലോ പച്ചയല്ലേ. കാട് പച്ചക്കാട്, ഞങ്ങൾ ആദ്യം പിറന്ന വീട്. എല്ലാവരും അവിടെ വന്ന് നിൽക്കുന്നുണ്ടല്ലോ. ഹായ് 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 ഗൈസ്. ഹായ് കപിലേ. കൊള്ളാം കൊള്ളാം. ആശാനൊരു രക്ഷയില്ലാട്ടോ. ഇൻസ്റ്റയിലിട്ട് റീല് തകർപ്പൻ. വോട്ടുമായിരിക്കും കൂട്ടിയതല്ലേ. തകർത്തു തകർത്തു. 2-2.5 മാസം കൊണ്ട് ഈ കാറ്റാടി മലയുടെ ടോട്ടൽ വൈബ് അങ്ങ് മാറി. ഓ, എന്തൊരു മാറ്റം, എന്തൊരു മാറ്റം. ആ ചേഞ്ചിന് ഞാനൊരു കാരണക്കാരനായില്ലേ. അടിക്കല്ല നിങ്ങൾ എന്തിനാണ് എന്നെ ഇങ്ങനെ തല്ലുന്നത്? എന്നോട് തിരിച്ചു വരാൻ പറഞ്ഞ് റീലും ഫോട്ടോയും ഒക്കെ ഇട്ടിട്ട് ഇപ്പൊ തിരിച്ചു വന്നപ്പോ നിങ്ങൾ എന്തിനാണ് തല്ലുന്നേ? തല്ലല്ല ആശാനെ, തല്ലല്ലേ. ഓ അയ്യോ, തല്ലല്ല ആശാനെ, പ്ലീസ് എന്നെ തല്ലാതിരിക്കുക ആശാനെ. നീ പോയത് പിന്നെ എത്രമാത്രം ഞങ്ങൾ തീ തന്നെന്ന് നിനക്കറിയോ? നീ ഇവിടുന്ന് പോകുമ്പോ ഒരു വാക്കെങ്കിലും ആരുടെങ്കിലും പറയാമായിരുന്നില്ലേ? ആശാനെ സോറി, പറയാൻ ഞാൻ മറന്നുപോയി ആശാനെ. ഇനി 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 ഞാൻ ഒരിക്കലും ആവർത്തിക്കില്ല ആശാനെ. എടാ പപ്പീസേ, ഞാൻ നിന്നെ തല്ലിയപ്പോ നിനക്ക് ഒത്തിരി വേദനിച്ചോ? പിന്നല്ലാതെ നല്ല വേദന എടുക്കണ്ട ആശാനെ. എന്റെ മോനെ പപ്പീസേ, എന്താ ആശാനെ? യേശു പറഞ്ഞ ധൂർത്തപുത്രന്റെ ഉപമയിലേതുപോലെ നിന്നെ കെട്ടിപ്പിടിച്ച് സ്വീകരിക്കേണ്ടതായിരുന്നു. പക്ഷേ എത്ര ശ്രമിച്ചിട്ടും എനിക്കതിന് പറ്റിയില്ല പപ്പീസേ. സോറി. അയ്യോ സോറി. ആശാനെ പോയി പോയി ആശാൻ സോറി പറഞ്ഞു തുടങ്ങിയോ? ക്ഷമ പറയുന്നതും ക്ഷമിക്കുന്നതും സ്വയം എളിമപ്പെടുത്തുന്നതിന്റെ ലക്ഷണമാണ്. അതെ അതെ. സ്വർഗം നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നത് പോലും ക്ഷമ പറയുമ്പോഴും ക്ഷമിച്ചു എന്ന് പറയുമ്പോഴുമാണ്. അതെ ആശാനെ. ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. 2 ദിനവൃത്താന്തം 7:14 ഇങ്ങനെ എഴുതിയിരിക്കുന്നു: എന്റെ നാമം പേറുന്ന എന്റെ സ്വന്തം ജനം എന്നെ അന്വേഷിക്കുകയും തങ്ങളെ തന്നെ എളിമപ്പെടുത്തി പ്രാർത്ഥിക്കുകയും അങ്ങനെ ദുർമാർഗങ്ങളിൽ നിന്ന് പിന്തിരിയുകയും ചെയ്താൽ ഞാൻ സ്വർഗത്തിൽ നിന്നും അവരുടെ പ്രാർത്ഥന കേട്ട് അവരുടെ പാപങ്ങൾ ക്ഷമിക്കുകയും അവരുടെ ദേശം സമ്പുഷ്ടമാക്കുകയും ചെയ്യും. കപിലേ, ഇപ്പോൾ ഞാൻ ഏത് ബൈബിലാടാ? ഇപ്പൊ പ്രാർത്ഥന ബൈബിലാണ്. അതെ അതെ. ജീവിതത്തിൽ രക്ഷ നേടണമെങ്കിൽ പ്രാർത്ഥനാ ബൈബിൾ തന്നെ പിടിക്കണം. അബ്രഹാമിൻ ദൈവം, ഇസഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവമെന്നും നീ എന്തിനാ ഈ പാട്ട് പാടിയെന്ന് വല്ല നിനക്ക് മനസ്സിലായോ? ആരുടെ അബ്രഹാം? ഇസഹാക്ക് ആരാടാ? യാക്കോബ് ആരാടാ?
നീ ആരാന്ന് ചോദിച്ചിട്ട് വലിയ കാര്യമുണ്ട്. അതൊക്കെ വേറെ കാര്യം ചോദിക്കട്ടെ, ബൈബിളിൽ ആകെ എത്ര പുസ്തകങ്ങളുണ്ടടാ? 73 പുസ്തകങ്ങളുണ്ട്. അത് നിനക്കറിയാമല്ലോ. ഈ ചരിത്രങ്ങളൊക്കെയും പറയുന്നത് ഏത് ഭാഗത്തിലാണ്? പഴയ നിയമത്തിലാണോ പുതിയ നിയമത്തിലാണോ? ആണ്ടോ മിടുക്കൻ, പഴയ നിയമ ചരിത്രം. അപ്പൊ അത് ഈ അബ്രഹാം, ഇസാക്കും യാക്കോബും ഒക്കെ പറയുന്നത് എവിടെയാടാ? പഴയ നിയമത്തിലോ പുതിയ നിയമത്തിലോ? മിടുക്കൻ. അപ്പൊ കാര്യങ്ങൾ അറിയാം. ഇവൻ അറിഞ്ഞിട്ടും അറിയാതിരുന്ന ചരിത്രങ്ങള്, ആ സംഭവങ്ങളൊക്കെ അറിയാം. ഇസ്രായേൽ ജനത്തിന്റെ കഥ നിനക്ക് അറിയാമോടാ? അതൊക്കെ പോട്ടെ, സിമ്പിൾ ക്വസ്റ്റ്യൻ ചോദിക്കാം. നിന്റെ പള്ളി വന്നത് എന്നാ? എഴുന്നേറ്റെ എഴുന്നേറ്റെ എഴുന്നേറ്റെ. എടാ, നിന്റെ സ്വന്തം പള്ളി എന്നാണ് സ്ഥാപിച്ചതെന്ന് നിനക്ക് അറിയത്തില്ലയോ? അയ്യോ, അറിയണം. നമ്മുടെ സ്വന്തം പള്ളി എന്നാണ് സ്ഥാപിച്ചത്? അവിടുത്തെ ആദ്യത്തെ അച്ഛൻ ഏതാന്ന് നിനക്കറിയാവോ? അപ്പൊ നിനക്ക് മനസ്സിലായോ? കിട്ടുന്ന ഈ 2 കാര്യങ്ങൾ അറിയത്തില്ല. നമ്മുടെ സ്വന്തം പള്ളി സ്ഥാപിച്ച വർഷം നമ്മൾ അറിയണം. അത് ആദ്യത്തെ വികാരിയച്ഛൻ ആരാണെന്ന് നിനക്ക് അറിയാമോ? അപ്പൊ നീ മമ്മിയുടെ പപ്പയുടെ ഒക്കെ ചോദിച്ചിട്ട് അത് നീ പഠിച്ചു വെക്കണം. നമ്മളെ ചരിത്രങ്ങൾ അറിയണ്ടേ? നമ്മുടെ പൂർവികർ ആരാണെന്ന്, നമ്മുടെ അപ്പൻ്റെ അമ്മയൊക്കെ ആരാണെന്ന് നമ്മളൊന്ന് അന്വേഷിക്കണം. നമ്മളൊന്ന് അറിയാവുന്നതൊക്കെ നീ ഒന്ന് ചോദിച്ചിട്ട് വരണം. നിനക്ക് ഞാൻ അസൈൻമെന്റ് തരികയാണ്. പള്ളിയെ പറ്റി ഒരു ഹിസ്റ്ററി എഴുതിക്കൊണ്ട് വരണം. നിങ്ങൾ എഴുതുവോ പള്ളിയെ പറ്റി? നിനക്ക് ഹിസ്റ്ററി പഠിക്കാനൊക്കെ ഭയങ്കര മിടുക്കനാണല്ലോ. അപ്പൊ നീ ഒരു ചരിത്രം ഒന്ന് എഴുതി നിന്റെ സ്വന്തം പള്ളിയെ പറ്റിയുള്ള കാര്യങ്ങൾ എഴുതിക്കൊണ്ട് എൻ്റെ അടുക്കിലേക്ക് വരണം. നീ എന്തോ റെഡിയാണോ? റെഡിയാണോ അല്ലയോ? ഇച്ചിരി പണിയൊക്കെയാണ്, പക്ഷെ എങ്കിൽ പോലും നീ അത് ചെയ്തേ പറ്റത്തുള്ളൂ. ഈ നമ്മുടെ കുഞ്ഞുങ്ങൾ ഇവരെല്ലാരും അതനുസരിക്കാൻ റെഡിയാണ്. നിങ്ങൾ റെഡിയാണോ? കണ്ടോ, നിങ്ങൾ റെഡിയാണ്. നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ കിട്ടും, ചെയ്യാൻ റെഡിയാണ്. എനിക്കറിയാം നിങ്ങൾ തയ്യാറാണെന്ന്. അപ്പൊ നീ എന്ത് ചെയ്യണമെന്ന് അറിയാമോ? ഈ ചരിത്രം അന്വേഷിക്കണം. നമ്മൾ ആ ചരിത്രം അനുസരിച്ച് വേണം നമ്മൾ ഓരോ കാര്യങ്ങൾ പഠിക്കുവാൻ. നമ്മൾ പഴയ കാര്യങ്ങളൊന്നും അന്വേഷിക്കാതെ ചില കാര്യങ്ങൾ നമ്മൾ തീരുമാനമെടുക്കും. നമ്മുടെ അപ്പനും അമ്മമാരും ഒക്കെയും ചെയ്ത ഓരോ കാര്യങ്ങൾ, നല്ല നല്ല കാര്യങ്ങൾ, പണ്ട് മുതലേ ചെയ്ത കാര്യങ്ങൾ. ചിലപ്പോൾ ന്യൂ ജനറേഷൻ നിങ്ങൾക്ക് അത് ഇഷ്ടപ്പെടത്തില്ലായിരിക്കും. പക്ഷെ പണ്ട് മുതലേ ചെയ്തു വന്ന കാര്യങ്ങളൊക്കെയും നമ്മൾ അന്വേഷിച്ച് അറിഞ്ഞിട്ട് വേണം നമ്മൾ പെരുമാറുവാൻ. ഇപ്പൊ ചരിത്രം പഠിക്കുന്നതുകൊണ്ട് അറിയുന്നതുകൊണ്ട് തെറ്റുണ്ടോടാ? കിട്ടൂ? നീ പഠിക്കണം. അപ്പൊ നമ്മുടെ പള്ളിയെ പറ്റിയും നമ്മളെപ്പറ്റി ആരൊക്കെ ചരിത്രത്തെ പറ്റി നമ്മുടെ പള്ളിയെ പറ്റി പറയുന്നുണ്ടോ അത് നന്നായിട്ട് അറിഞ്ഞു വേണം നമ്മൾ നിൽക്കുവാൻ. അപ്പൊ നിങ്ങൾ തയ്യാറാണല്ലോ? നീ റെഡിയാണോ? കിട്ടൂ? ഓക്കെ.